അമ്മച്ചിക്ക് ഇത് എന്തു പറ്റി? കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു, ഭക്ഷണവും കഴിക്കുന്നില്ല. എന്തു പറ്റാൻ? തേനെ പാലേന്ന് വിളിച്ചാലും ഞാൻ മരുമോളാണല്ലോ. അമ്മച്ചിക്ക് എന്താ വേണ്ടത്? എനിക്ക് അപ്പച്ചനെ കാണണം. അമ്മച്ചി, അച്ഛാ, വാ മക്കളെ. ചേട്ടാ, എന്നാ പോവാം. ഹലോ, ഞാൻ അല്പം ബിസിയാ, പിന്നെ വിളിക്കാം. ആ അപ്പച്ച, ഫോൺ ബില്ല് നടക്കണം. രൂപ അലമാരി വെച്ചിട്ടുണ്ട്. ആ, വരുന്ന വഴിക്ക് ഗ്യാസിന്റെ കാര്യം ഒന്ന് ചോദിക്കണേ. പറഞ്ഞു പറ്റിക്കാൻ തുടങ്ങിയിട്ട് 2 ദിവസമായി. പിന്നെ എന്തോ മറന്നല്ലോ. ആ, ഓർമ്മ വരുമ്പോ വിളിച്ച് പറഞ്ഞേക്കാം. അപ്പോൾ ഇന്ന് എന്തൊക്കെയാ ഡ്യൂട്ടി? ശമ്പളം കൊടുക്കാത്ത ഒരു വീട്ടു ജോലിക്കാരൻ. ഇന്നത്തെ മക്കളുടെ ഒരു പ്രായോഗിക ബുദ്ധിയെ. അതെ, നീ പെട്ടെന്ന് ഒരുങ്ങിക്കോ. 4 മണിക്കേ പരിപാടി തുടങ്ങുന്ന തോന്നുന്നേ. ഒന്ന് ചുമ്മാ ഇരിയടി. 4 മണിന്ന് പറഞ്ഞാൽ 5 മണിയായാലും ഒന്നും തുടങ്ങില്ല. അല്ല, നിങ്ങൾ ഒരുങ്ങി കഴിയുമ്പോഴത്തേക്കും 5 മണി ഉറപ്പാ. എടുക്ക്. ഏതായാലും നീ ഭാഗ്യവതി തന്നെ. ഇത്രയും നല്ല സർവന്റിനെ കിട്ടിയല്ലോ. എടിയേ, നമ്മുടെ മക്കള് വരുന്നു. നവറാച്ചന്റെ വീട്ടിൽ ഫോൺ ഉണ്ടായിരുന്നടി. സത്യമാണോ? ഓ, എന്റെ ദൈവമേ, എനിക്ക് സന്തോഷമായി.
3 കൊല്ലമായിട്ട് ഈസ്റ്ററിനോ ക്രിസ്തുമസിനോ വരാത്ത കുട്ടികളാ ഇപ്പൊ ഈ ഈസ്റ്ററിന് വരുന്നത്. അവർക്ക് എങ്ങനെ ഈ ബുദ്ധി തോന്നിയെന്നാ എന്റെ അത്ഭുതം. അയ്യോ, നമ്മുടെ മക്കള്. മോനെ, മക്കളെ മോളെ, വാ. അയ്യോ എല്ലാരും വാ. മോളെ വാ മക്കളെ. വാ വാ അപ്പച്ചാ വാ മോനെ. എല്ലാരും ഇവിടെ കണ്ടപ്പോ എനിക്ക് ഒരുപാട് സന്തോഷമായി മോനെ. നീ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോടാ. ഈ അപ്പച്ചന്റെ ഒരു കാര്യം. പക്ഷെ ആരാ വിഷയം അവതരിപ്പിക്കുക? നീയല്ലേ അപ്പച്ചന്റെ പെറ്റ്, നീ തന്നെ പറയേ. അയ്യോ ഞാനില്ല, ഏട്ടൻ പറയുന്നതാ ശരി. അല്ലെങ്കിൽ അമ്മയോട് പറയേ, അമ്മയുടെ ഓമനയല്ലേ ഏട്ടൻ. എന്താ മക്കളെ എല്ലാവരും കൂടെ ആലോചിക്കുന്നത്? അമ്മയോട് പറ. എന്താ മക്കൾക്ക് പറയാനുള്ളത്? അത് പിന്നെ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും കാര്യം പറയായിരുന്നു. എത്ര നാളാന്ന് വെച്ചാ ഒറ്റയ്ക്ക് ഈ പട്ടിക്കാട്ടിലിങ്ങനെ കഴിയുന്നത്. ഞങ്ങൾക്കാർക്കും ഇവിടെ സെറ്റിലാകാൻ പറ്റിയേയില്ല. അപ്പോ അച്ചായൻ നിങ്ങളോടത് പറഞ്ഞില്ലേ? എന്ത് കാര്യം? ഞങ്ങളും നിങ്ങളുടെ കൂടെ പോരും. ആശ്വാസമായി. കാര്യങ്ങൾ വളരെ സ്മൂത്തായി. ഞങ്ങൾ ടെൻഷനിലായിരുന്നു. കഥയിലും സിനിമയിലും ഒക്കെ കാണുന്ന പോലെ ചീപ്പ് സെന്റിമെന്റ്സും പറഞ്ഞ് അച്ഛനും അമ്മയും തടസ്സം നിൽക്കുമെന്ന്. അതെ, ഇനി എത്രയും പെട്ടെന്ന് സ്ഥലം വിൽക്കണം. സ്ഥലം വിൽക്കേ? അതെന്തിനാ? അതൊക്കെ ഉണ്ടമ്മച്ചി. ഇവിടെ കുറച്ച് സ്ഥലം ഉണ്ടെന്ന് കരുതി ഞങ്ങൾക്കാർക്കും അതുകൊണ്ട് യാതൊരു ഉപയോഗവും. എങ്കിൽ പിന്നെ അതങ്ങ് വിൽക്കുകയല്ലേ നല്ലത്. എന്നായാലും ഞങ്ങൾക്കുള്ളതല്ല അമ്മ ഇത്. അപ്പൊ പിന്നെ കുറച്ച് നേരത്തെ ആവുന്നതല്ലേ ഞങ്ങൾക്ക് നല്ലത്. ഇപ്പോ ഞങ്ങൾ ശരിക്കും ഫിനാൻഷ്യൽ ക്രൈസിസിലാ. ഏറ്റെടുത്ത പല കാര്യങ്ങളും പാതി മുടങ്ങിക്കിടക്കുക. ഷെയർ കിട്ടുമായിരുന്നെങ്കിൽ ഒന്ന് ശ്വാസം വിടായിരുന്നു. ഞങ്ങളുടെ വീട് പണി ഹാഫ് സ്റ്റേജില്. പക്ഷേ കാര്യമൊക്കെ ശരിയാ. ഇത്ര പെട്ടെന്ന് സ്ഥലം വിൽക്കാന്ന് പറഞ്ഞാ നമ്മൾ ഉദ്ദേശിക്കുന്ന വില കിട്ടുമോ? അക്കാര്യം ഞങ്ങൾക്ക് വിട്. മതിപ്പ് വിലയേക്കാൾ ഉയർന്ന വിലയ്ക്ക് ഇത് വാങ്ങാൻ ഒരാൾ റെഡിയാ. ആളെ പറഞ്ഞ അമ്മച്ചി അറിയും, നമ്മുടെ ഫിലിപ്പോസ്. ഉറവയ്ക്കലേ? അത് തന്നെ. ഫോണിൽ ഞങ്ങൾ നേരത്തെ ബന്ധപ്പെട്ടിരുന്നു. ഇവിടെ വന്നിട്ട് നേരിൽ സംസാരിക്കുകയും ചെയ്തു. എന്നാലും അയാൾക്ക് ആവശ്യം നടക്കണമെങ്കിൽ പണം വേണം. അതിന് ഫിലിപ്പോസിനോ രാമൻ നായരനോ ഒരു വ്യത്യാസവും ഇല്ല. ഞാൻ അച്ചായനോട് അമ്മച്ചി പറഞ്ഞ് സമ്മതിപ്പിക്കണം. ഈ വരുന്ന ഈസ്റ്റർ കഴിഞ്ഞ് നമുക്ക് ഇവിടുന്ന് പോണം കേട്ടോ.